അങ്ങനെയായി ഈ പുള്ളി പ്രേതങ്ങളുടെ പുറകെ പോകാൻ തുടങ്ങി. 2009 ക്രിസ്റ്റഫർ ഫ്രഞ്ച് എന്ന് പറഞ്ഞൊരു പ്രൊഫസർ, പുള്ളി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ പഠിപ്പിക്കുന്നത്, അവിടെ വെച്ച് പുള്ളി നടത്തിയ ഒരു പരീക്ഷണമുണ്ട്. അതായത് ഒരു റൂം സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇൻഫ്രാ സൗണ്ട്, അതായത് 20 ഹെർട്സിൽ താഴെയുള്ള സൗണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, അതും അതിൻ്റെ ഒരു ഫ്ലക്ച്വേഷനും സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു റൂം സെറ്റ് ചെയ്തു. എന്നിട്ട് ഒരു 79 പേരെ വിളിച്ചിട്ട് അവരെ ഒരു 4 ഗ്രൂപ്പാക്കി. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിന് ഈ പറഞ്ഞ ഇൻഫ്രാ സൗണ്ട് മാത്രം കേൾപ്പിച്ച്, രണ്ടാമത്തെ ഗ്രൂപ്പിന് EMF മാത്രം, അതിനുള്ള ഫ്ലക്ച്വേഷൻ മാത്രം സെറ്റ് ചെയ്ത് റൂമിനകത്ത്, മൂന്നാമത്തെ ഗ്രൂപ്പിന് ഇത് രണ്ടും സെറ്റ് ചെയ്ത്, നാലാമത്തെ ഗ്രൂപ്പിന് ഇതൊന്നും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് റൂമിൽ. എല്ലാ ആൾക്കാരോടും ഈ റൂമിലോട്ട് കയറുന്നതിന് മുന്നേ ഈ റൂമിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, ഇവിടെ കുറച്ച് പ്രേതബാധയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ തോന്നാം എന്ന് പറഞ്ഞിട്ടാണ് കയറ്റി വിട്ടത്. ഓരോരുത്തരും ആ റൂമിനകത്ത് 50 മിനിറ്റ് സ്പെൻഡ് ചെയ്തു. എന്നിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവരോട് ഓരോരോ എക്സ്പീരിയൻസ് ചോദിച്ചു. ഈ പോയവരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ട്. അതായത് പൊതുവെ ആൾക്കാർ, അതായത് ഈ പറഞ്ഞ പാരാനോർമൽ ആക്ടിവിറ്റി ചെയ്യുന്നവർ പറയുന്നൊരു വാദമുണ്ട്. അവർ സെൻസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലക്ച്വേഷനും ഈ പറഞ്ഞ ഇൻഫ്രാ സൗണ്ടും അതൊക്കെയാണ് അവർ നോക്കുന്നത്. അങ്ങനെയാണ് അവർ ഗോസ്റ്റിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കുന്നതെന്ന് പരീക്ഷണം കൊണ്ട് നടത്തിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായത്, ഇൻഫ്രാ സൗണ്ട് ഉണ്ടെങ്കിലും EMFൻ്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ റിസൾട്ടിന് വ്യത്യാസമൊന്നുമില്ല. ആൾക്കാർക്ക് ആദ്യം കൊടുത്ത സജഷൻ, അതായത് ഇവിടെ എന്തൊക്കെയോ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആൾക്കാർക്ക് ഓരോ എക്സ്പീരിയൻസ് തോന്നാൻ തുടങ്ങി. അങ്ങനെയാണ് മനസ്സിലായത് ഈ പറഞ്ഞ ഇൻഫ്രാ സൗണ്ടിനും EMFനും ഒന്നും പ്രേതബാധമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു സംഭവമില്ല എന്നുള്ളത് കിട്ടിയത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം.